ഡിവൈഎസ്പി ആക്രമിച്ച കേസിൽ ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കീഴടങ്ങി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഷിയാസ് കീഴടങ്ങിയത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രദീപ്, നാടകീയ രംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കീഴടങ്ങി എന്നുള്ള വാർത്തയും വരുന്നു. എന്താണ് സംഭവിച്ചത്? അരുൺ ശങ്കറും പ്രദീപ് ജോസഫും അവിടെ നിന്നും ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രദീപ്, നാടകീയ രംഗങ്ങളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നു. എന്താണ് സംഭവം? ആക്രമണത്തിൽ സ്ത്രീ മരിച്ചതിന്റെ ഫലമായാണ് കോതമംഗലത്ത് വലിയ സമരം നടന്നത്. ഈ സമരത്തിനിടയിലുണ്ടായ സംഭവ വികാസങ്ങളുടെ പേരിലാണ് ഡിസിസി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്, മാത്യു കുഴൽനാടൻ MLA എന്നിവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നത്. ഈ കേസിൽ ഇത് കൂടാതെ തന്നെ പോലീസിനെ ആക്രമിച്ചു, കൂടാതെ പോലീസ് വാഹനം ആക്രമിച്ചു എന്നീ കേസുകളും ഉണ്ടായിരുന്നു. ഇതിൽ പോലീസ് വാഹനം ആക്രമിച്ചെന്നുള്ള കേസിൽ രാവിലെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ജാമ്യം അനുവദിച്ച് പുറത്തിറങ്ങിയ ഉടനെയാണ് മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്യാൻ ശ്രമം നടന്നത്, അതായത് ഡിവൈഎസ്പിയെ ആക്രമിച്ചു എന്നതുൾപ്പെടെയുള്ള കേസിൽ. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ മുഹമ്മദ് ഷിയാസ് ഓടി കോടതി സമുച്ചയത്തിലേക്ക് കയറുകയായിരുന്നു. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാനായില്ല. അല്പസമയം മുൻപ് ആണ് കോടതി സമുച്ചയത്തിലേക്ക് കയറുകയായിരുന്നു. കോടതി സമുച്ചയത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതിനിടയിലാണ് സമാന്തരമായി തന്നെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹൈക്കോടതി ഈ ഹർജി പരിഗണിച്ചാണ് 16-ാം തീയതി വരെ ഇളവ് നൽകിയിരിക്കുന്നത്. അതേസമയം ഈ കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജിയിൽ കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. ഈ റിപ്പോർട്ട് വരും മുൻപേ തന്നെയാണ് ഹൈക്കോടതി 16-ാം തീയതി വരെ ജാമ്യം നൽകിയിരിക്കുന്നത്. ശരി, ഷിയാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമൊക്കെ കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് കോടതി. ഇപ്പോൾ കോടതിയിലേക്ക് ഓടിക്കയറുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ ഡിവൈഎസ്പി ആക്രമിച്ചു എന്നുള്ള കേസിലാണ് ഇപ്പോൾ ഷിയാസിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.